നമസ്കാരം. പ്രധാന വാർത്തകൾ. അർജുനായി തിരച്ചിൽ നാളെ പുനരാരംഭിക്കും. കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായുള്ള തിരച്ചിലിനായി ഡ്രഡ്ജർ ശിരൂരിലെത്തി. ഡ്രഡ്ജർ ഇറങ്ങിയ ഡക്ക് ബോട്ട് ഗംഗാവലിപ്പുഴയിലെത്തിച്ചു. നാളെ രാവിലെ തിരച്ചിൽ പുനരാരംഭിക്കും. ഗോവ തുറമുഖത്ത് നിന്നാണ് ഡ്രഡ്ജർ എത്തിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഡ്രഡ്ജർ കാർവാറിൽ നിന്ന് ഗംഗാവലിപ്പുഴയിലേക്ക് പ്രവേശിച്ചത്. രാവിലെ വേലിയേറ്റ സമയമായതിനാൽ പാലം കടന്ന് മുന്നോട്ടു പോകാൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് വേലിയിറക്ക സമയമായ വൈകുന്നേരത്തോടെയാണ് മുന്നോട്ടു പോകുന്നത്. നാവികസേനയുടെ മേൽനോട്ടത്തിലാണ് ഡ്രഡ്ജറിന്റെ പ്രവർത്തനം. 2 പാലങ്ങൾ കടക്കുന്നത് ശ്രമകരമായ ദൌത്യമാണെന്ന് അധികൃതർ അറിയിച്ചിരുന്നു. തുടർന്നാണ് വേലിയിറക്ക സമയങ്ങൾ കേന്ദ്രീകരിച്ച് ഡ്രഡ്ജറിന്റെ യാത്ര ക്രമീകരിച്ചത്. സിനിമാ നടിയാക്കാമെന്ന വാഗ്ദാനം നൽകി പലർക്കും കാഴ്ചവെച്ചു. നടിക്കെതിരെ പരാതി. നടൻ മുകേഷിനെതിരെ പീഡനാരോപണം ഉന്നയിച്ച നടിക്കെതിരെ പരാതി. നടിയുടെ ബന്ധുവായ മൂവാറ്റുപുഴ സ്വദേശിയാണ് പരാതി നൽകിയത്. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ചെന്നൈയിൽ ഒരു സംഘത്തിന് മുന്നിൽ കാഴ്ചവെച്ചുവെന്നാണ് ആരോപണം. സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന വാഗ്ദാനം നൽകിയായിരുന്നു ഇത്. സംഭവം നടന്നത് 2014-ലാണ്. കുറെ പെൺകുട്ടികളെ നടി ഇതേപോലെ പലർക്കും കാഴ്ചവെച്ചിട്ടുണ്ട്. അലറി വിളിച്ച് കരഞ്ഞിട്ടാണ് അവിടെ നിന്നും രക്ഷപ്പെട്ടതെന്നും യുവതി പറഞ്ഞു. തമിഴ്നാട്, കേരള DGPമാർക്കും മുഖ്യമന്ത്രിക്കും യുവതി പരാതി നൽകി. യുവതിയുടെ പരാതി മൂവാറ്റുപുഴ പോലീസിന് കൈമാറിയിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം യുവതിയിൽ നിന്നും മൊഴിയെടുക്കും. മലപ്പുറത്ത് 7 പേർക്ക് നിപ്പ രോഗലക്ഷണം. എംപോക്സ് സമ്പർക്ക പട്ടികയിൽ 23 പേർ. മലപ്പുറത്ത് നിലവിൽ 7 പേർക്ക് നിപ്പ രോഗലക്ഷണങ്ങളെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. നിപ്പ രോഗം ബാധിച്ച് മരിച്ച യുവാവിന്റെ സമ്പർക്ക പട്ടികയിൽ 267 പേരാണുള്ളത്. ഇതിൽ 37 സാമ്പിളുകൾ നെഗറ്റീവാണ്. മറ്റുള്ളവരുടെ സാമ്പിളുകൾ ഉടൻ പരിശോധനയ്ക്ക് അയക്കും. നിപ്പ ഇനി രണ്ടാമതൊരാൾക്കില്ലെന്ന് ഉറപ്പിക്കാനാണ് ജാഗ്രത പാലിക്കുന്നതെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മലപ്പുറത്ത് വിദേശത്ത് നിന്നെത്തിയ 38-കാരന് ഇന്നലെ എംപോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പരിശോധനയും ജാഗ്രതയും കർശനമാക്കി. എംപോക്സ് ബാധിച്ചയാളുടെ സമ്പർക്ക പട്ടികയിൽ 23 പേരാണ് നിലവിലുള്ളത്. ഇവരുടെ സാമ്പിളുകൾ എടുത്ത് പരിശോധനയ്ക്ക് അയക്കും. ദുബായിൽ നിന്നെത്തിയ യുവാവിനൊപ്പം യാത്ര ചെയ്ത വിമാനത്തിലെ മുന്നിലും പിന്നിലുമായി 3 വരികളിലുള്ള 43 പേരെയും മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഇവരെ കണ്ടെത്തുമെന്നും മന്ത്രി അറിയിച്ചു. ശോഭന ജോർജിന്റെ മാതാവ് തങ്കമ്മ ജോർജ് അന്തരിച്ചു. കേരള കോൺഗ്രസ് എം വനിതാ വിഭാഗം മുൻ സംസ്ഥാന അധ്യക്ഷ തങ്കമ്മ ജോർജ് അന്തരിച്ചു. 98 വയസ്സായിരുന്നു. അഖില കേരള ബാലജനസംഘം ചെങ്ങന്നൂർ മേഖല മുൻ രക്ഷാധികാരിയായിരുന്നു. ചെങ്ങന്നൂർ മുൻ MLA ശോഭന ജോർജിന്റെ മാതാവാണ്. KSRTC ബസും പിക്കപ്പും കൂട്ടിയിടിച്ച അപകടം. 9 പേർക്ക് പരിക്ക്. 2 പേരുടെ നില ഗുരുതരം. MC റോഡിൽ അടൂർ വടക്കെടുത്തുകാവിൽ KSRTC ബസും പിക്കപ്പും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 9 പേർക്ക് പരിക്കേറ്റു. ഇന്ന് ഉച്ചയോടെയാണ് അപകടമുണ്ടായത്. ഫർണിച്ചറുമായി പോയ പിക്കപ്പ് വാഹനം KSRTC ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പരിക്കേറ്റവരെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിക്കപ്പ് വാനിലുണ്ടായിരുന്ന ഡ്രൈവർ കൊല്ലം അഞ്ചൽ സ്വദേശി വിജയൻ, സഹായ അഞ്ചൽ സ്വദേശി അജയൻ എന്നിവർക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ബസ്സിലുണ്ടായിരുന്ന മറ്റ് 7 പേർക്കും പരിക്കേറ്റു. നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ കാർ ഇടിച്ചു. അച്ഛനും മകൾക്കും ദാരുണാന്ത്യം. ദേശീയപാതയിൽ ആലപ്പുഴ ഹരിപ്പാട് KV ജെട്ടി ജംഗ്ഷനിലുണ്ടായ വാഹനാപകടത്തിൽ 2 മരണം. വള്ളികുന്ന സ്വദേശി സത്താർ, മകൾ ആലിയ എന്നിവരാണ് മരിച്ചത്. വഴിയോരത്ത് നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ ഇന്നോവ കാർ ഇടിക്കുകയായിരുന്നു. വിദേശത്തായിരുന്ന സത്താർ മകൾ ആലിയയുടെ വിവാഹത്തിന് വേണ്ടി നാട്ടിലെത്തിയതായിരുന്നു. വിമാനത്താവളത്തിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് വാഹനാപകടം ഉണ്ടായത്. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷം. ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തി സർക്കാർ. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായതിനാൽ ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തി സർക്കാർ. 5 ലക്ഷം രൂപയിലധികമുള്ള ബില്ലുകൾ ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ മാറി നൽകില്ല. തൊട്ടുമുമ്പ് 25 ലക്ഷമായിരുന്നു പരിധി. തദ്ദേശ സ്ഥാപനങ്ങളെയും കരാറുകാരെയും ട്രഷറി നിയന്ത്രണം ബാധിക്കും. വിവിധ വകുപ്പുകളിലെ ആനുകൂല്യങ്ങളുടെ വിതരണത്തിലും കാലതാമസമുണ്ടാകും. ഓണക്കാല ചെലവുകൾക്ക് പിന്നാലെയാണ് സംസ്ഥാന ഖജനാവ് കാലിയായത്.
അരിയിൽ ഷുക്കൂർ വധക്കേസ് പി ജയരാജനും ടി വി രാജേഷിനും തിരിച്ചടി വിടുതൽ ഹർജി തള്ളി. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ CPM നേതാക്കളായ പി ജയരാജനും ടി വി രാജേഷിനും നൽകിയ വിടുതൽ ഹർജി തള്ളി. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ CPM നേതാക്കളായ പി ജയരാജനും ടി വി രാജേഷും നൽകിയ വിടുതൽ ഹർജി തള്ളി. കൊച്ചിയിലെ പ്രത്യേക CBI കോടതിയാണ് ഇരുവരുടെയും ഹർജി തള്ളിയത്. ഗൂഢാലോചന കുറ്റമാണ് ഇരുവർക്കുമെതിരെ CBI ചുമത്തിയിട്ടുള്ളത്. കൊലപാതകത്തിനായി ഗൂഢാലോചന നടന്നത് തെളിയിക്കുന്നതിനുള്ള സാക്ഷിമൊഴികൾ ഉണ്ടെന്നും ജയരാജിന്റെയും ടി വി രാജേഷിന്റെയും പങ്ക് തെളിയിക്കുന്ന ഫോൺ രേഖകളും സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും ഉണ്ടെന്നും ഷുക്കൂറിന്റെ മാതാവിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. മോഹൻലാലിന് അസൗകര്യം. അമ്മയുടെ ഓൺലൈൻ യോഗം മാറ്റിവെച്ചു. വിവാദങ്ങൾക്കിടെ വിളിച്ച അമ്മയുടെ താൽക്കാലിക യോഗം മാറ്റിവെച്ചു. രാജിവെച്ച പ്രസിഡന്റ് മോഹൻലാലിന്റെ അസൗകര്യത്തെ തുടർന്ന് ഓൺലൈനായി ചേരാനിരുന്ന യോഗമാണ് മാറ്റിവെച്ചത്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ഭരണസമിതി പിരിച്ചുവിട്ട് 3 മാസത്തിനുള്ളിൽ ജനറൽ ബോഡി ചേർന്ന് പുതിയ ഭരണസമിതിയെ കണ്ടെത്തേണ്ടതുണ്ട്. ഇക്കാര്യങ്ങൾ അടക്കം ചർച്ച ചെയ്യാനാണ് യോഗം വിളിച്ചത് എന്നാണ് സൂചന. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ താരസംഘടനയായ അമ്മയ്ക്കെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു. ലൈംഗിക പീഡന പരാതി ഉയർന്നതോടെ അമ്മ ജനറൽ സെക്രട്ടറിയും നടനുമായ സിദ്ദിഖ് രാജിവെച്ചിരുന്നു. ഇതിന് പിന്നാലെ അമ്മ ഭരണസമിതി പിരിച്ചുവിട്ടു. താൽക്കാലിക സമിതി തുടരുമെന്നാണ് അന്ന് അമ്മ അംഗങ്ങൾ അറിയിച്ചത്. ഇതിനുശേഷം ആദ്യമായാണ് താൽക്കാലിക ഭരണസമിതി യോഗം ചേരുന്നത്. പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള തീയതി ഈ യോഗത്തിൽ പ്രഖ്യാപിച്ചേക്കുമെന്ന് സൂചനയുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിനെതിരെ സമരവുമായി കോൺഗ്രസ് പ്രവർത്തകർ. കോൺഗ്രസ് ഭരിക്കുന്ന കോഴിക്കോട് ചേവായൂർ സഹകരണ ബാങ്കിനെതിരെ സമരവുമായി കോൺഗ്രസ് പ്രവർത്തകർ. അനധികൃത നിയമനം ആരോപിച്ചാണ് പ്രതിഷേധം. ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ DCC നേതൃത്വം പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കോഴിക്കോട് കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള പ്രധാന സഹകരണ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക്. ഭരണസമിതിയും കോൺഗ്രസ് നേതൃത്വവും നേരത്തെ തന്നെ 2 തട്ടിലാണ്. ഇതിന്റെ തുടർച്ചയായാണ് പ്രത്യക്ഷ സമരവും സസ്പെൻഷൻ നടപടികളും. പതിറ്റാണ്ടുകളായി കോൺഗ്രസ് ഭരണത്തിന് കീഴിലുള്ള ബാങ്കിനെ CPMന്റെ കയ്യിലെത്തിക്കാൻ നീക്കം നടത്തിയെന്നാണ് നിലവിലെ ഭരണസമിതിക്കെതിരായ ആരോപണം. ഇതിനായി 2000-ഓളം CPMകാർക്ക് അനർഹമായി അംഗത്വം നൽകിയെന്നാരോപിച്ച് ഭരണസമിതിയിലെ 7 പേരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. ഇതിന് പിറകെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രത്യക്ഷ സമരം. നവംബറിലാണ് ബാങ്ക് ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. കോൺഗ്രസിന്റെ ഔദ്യോഗിക പാനലിനെതിരെ മത്സരിക്കാനാണ് നിലവിലെ ഭരണസമിതിയുടെ തീരുമാനം. CPMുമായി ചേർന്നാണ് ഇവരുടെ നീക്കമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതികരണം.